അൽഹംദുലില്ലാ റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം നാം ഏവരിലും വർഷിക്കുമാറാവട്ടെ. സൂറത്തു സ്വാഫാത്തിലെ ഏറ്റവും അവസാനത്തെ 5 ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അതിൽ 178 ഇന്ന് നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ ആയത്ത് തൊട്ടുമുള്ള ക്ലാസ്സിൽ വന്നതാണ്. ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഫതവല്ല അൻഹും ഹത്താ ഹീൻ وأبصر فسوف يبصرون. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ഇത്ര ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഞാൻ ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഓതിക്കോളെ. വതവല്ല അൻഹും ഹത്താ ഹീൻ وأبصر فسوف يبصرون. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ഇത്ര ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ്. വഅബ്സിർ, അവിടെ റാ തർക്കീക്ക് ചെയ്യണം. റാഇന് സുക്കൂനും തൊട്ടുമ്പോൾ അക്ഷരത്തിന് കസ്റും വന്നിരിക്കുന്നുണ്ട്. വഅബ്സിർ ഫസൗഫ യുബ്സി, സ്വാദാണ്. അങ്ങനെയുള്ള പദങ്ങൾ വരുമ്പം സ്വാദ് സീനിലേക്ക് പോരുത്. യുബ് സ്വി എന്ന സ്വാദ് തന്നെ വരണം. സ്വി യുബ് സ്വിറൂൻ എന്ന് തന്നെ വരണം ഇൻഷാ അല്ലാഹ്. വതവല്ല അൻഹും ഹത്താ ഹീൻ, അതാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ള ആയത്ത്. വതവല്ല അൻഹും ഹത്താ ഹീൻ. ഇത് തൊട്ടുമുമ്പുള്ള ക്ലാസ്സിൽ വന്നാണ്, നമ്മൾ പറയുകയും ചെയ്തായിരുന്നു. അത് നമ്മൾ വിശദീകരിക്കുകയും ചെയ്തിരുന്നു. അപ്പം തവല്ല, നീ തിരിഞ്ഞു പോവുക അല്ലെങ്കിൽ മാറിപ്പോവുക എന്നൊക്കെയാണ്, കൽപ്പന രൂപമാണത്. അൻഹും, അവരിൽ നിന്ന്, അഥവാ മുശ്രിക്കുകളിൽ നിന്ന്, ഹത്താ ഹീൻ, ഒരു കുറച്ചു കാലം, ഒരു കുറഞ്ഞ സമയം വരേക്കും നീ അവരിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞേക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റുന്ന രൂപത്തിലെല്ലാം ആ ജനതയെ സത്യദീനിലേക്ക് ക്ഷണിച്ചു. ഏതെല്ലാം നിലയ്ക്ക് അവർക്ക് ചിന്തിക്കാനും ആലോചിക്കാനും പറ്റുമോ ആ നിലയ്ക്കെല്ലാം അവരെ ക്ഷണിച്ചിട്ടും അവര് അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. അപ്പൊ അള്ളാഹ് പറയാണ്, നീ അവരിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞേക്ക് നബിയെ. എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ യുസ്ബിർ അല അദാഹും ലക്ക വൻതളിറില വഖത്തിൻ മുഅജ്ജൽ, നബിയെ ഒന്ന് അവരുടെ ഉപദ്രവങ്ങൾ, അതിലൊക്കെ ഒരു ക്ഷമ അങ്ങ് കാണിക്കുക. നമ്മൾ പറഞ്ഞായിരുന്നു, ബദർ യുദ്ധം
വരെ എന്നുള്ളതാണ്. കാരണം ബദറിൽ അള്ളാഹുവിന്റെ സഹായം, വ്യക്തമായ സഹായം മുസ്ലിങ്ങൾക്ക് ലഭിച്ചു. മലക്കുകൾ പോലും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം യുദ്ധം ചെയ്തു, അല്ലെ? അങ്ങനെ ഒരുപാട് സഹായങ്ങൾ അള്ളാഹുവിൽ നിന്ന് ലഭിച്ച ഒരു യുദ്ധമായിരുന്നു ബദർ. അപ്പൊ അതുവരെ എന്നതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞത്. അപ്പൊ ഈ ആയത്തിൽ, അതായത് തൊട്ടടുത്ത ആയത്ത് കൂടി നോക്കിയാൽ നമുക്കറിയാം, അള്ളാഹു പറയുന്നത് വ അബ്സിർ വസൗഫ യുബ്സിറൂൻ. കണ്ടോ? നേരത്തെ നമ്മൾ അർത്ഥം പറഞ്ഞപ്പോഴും അർത്ഥം ഇതേ രൂപത്തിൽ തന്നെയാണ് കഴിഞ്ഞ ആയത്തുകളിലും. വ അബ്സിർ, നീ കണ്ടറിയുകയും ചെയ്യുക, അല്ലെങ്കിൽ കാണുകയും ചെയ്യുക. അബ്സറ എന്ന ക്രിയയുടെ കൽപ്പന രൂപമാണ് അബ്സിർ. അപ്പൊ വ അബ്സിർ, നീ കണ്ടറിയുകയും ചെയ്യുക. ഫസൗഫ യുബ്സിറൂൻ, അവരും വഴിയെ കണ്ടറിഞ്ഞേക്കുന്നതാണ്. ഫസൗഫ യുബ്സിറൂൻ, അവരും വഴിയെ കണ്ടറിഞ്ഞേക്കുന്നതാണ്. കണ്ടോ? അപ്പൊ നീ കണ്ടറിയുകയും ചെയ്യുക, വഴിയെ അവർ കണ്ടറിഞ്ഞേക്കുന്നതാണ്. അപ്പം പിന്നെ ഒരു ശക്തമായ ഒരു താക്കീത് അല്ലെങ്കിൽ വാണിങ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിലൂടെ അവിശ്വാസികൾക്ക് നൽകാൻ. അപ്പൊ പല സൂറത്തിൽ അങ്ങനെ നമുക്ക് കാണാം. അമ്മ യതസാഅലൂൻ എന്നുള്ള സൂറത്ത് തന്നെ തുടങ്ങുന്ന നോക്കി, അമ്മ യതസാഅലൂൻ അനിൻ നബഇൽ അളീം അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ കല്ലാ സയാലമൂൻ സുമ്മ കല്ലാ സയാലമൂൻ. അവിടെ കാണാം കല്ലാ സയാലമൂൻ, അവർ വഴിയെ അറിഞ്ഞുകൊള്ളും. സുമ്മ കല്ലാ സയാലമൂൻ, വേണ്ട, അവർ വഴിയെ അറിഞ്ഞുകൊള്ളും. അപ്പോൾ ശക്തമായ വാണിങ്, മുന്നറിയിപ്പ് അള്ളാഹു കൊടുക്കുന്നുണ്ട്. പലപ്പോഴും അവിശ്വാസികൾക്ക് ഈ മുന്നറിയിപ്പുകൾ ഈമാനുള്ള അല്ലെങ്കിൽ അള്ളാഹിനെ പേടിയുള്ള ആളുകൾക്ക് ശക്തമായ മാറ്റം മനസ്സിലുണ്ടാക്കും. മുന്നറിയിപ്പുകളും താക്കീതുകളുമൊക്കെ. യൂനുസ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം പഠിക്കുന്നിടത്ത് നമുക്ക് കാണാമല്ലോ, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. യൂനുസ് നബി എത്രയോ തവണ ആ ആളുകളെ, നീനവ പട്ടണത്തിൽ 100,000 മീതെ വരുന്ന ആളുകളെ അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിച്ചു, നിരന്തരം ക്ഷണിച്ചു. അവരൊന്നും അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. അപ്പോ ഈ നാട് ഇനി ഒരിക്കലും നന്നാവൂല, അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് യൂനുസ് നബി അലൈഹി സ്വലാം നീനവ പട്ടണം വിട്ടതും പിന്നീട് കപ്പൽ യാത്രയും കപ്പലിൽ നിന്ന് എടുത്തെറിയപ്പെടുന്നതും മീൻ വിഴുങ്ങുന്നതായ സംഭവമൊക്കെ ഉണ്ടാകുന്നത്. പക്ഷെ യൂനുസ് നബി അലൈഹി സ്വലാം അവിടുന്ന് പോയപ്പോ അവിടെ ആ നാട്ടിൽ ശിക്ഷയുടെ ചില അടയാളങ്ങളൊക്കെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ അവർക്ക് ഭയമായി. അങ്ങനെ അവർ അള്ളാഹുവിന്റെ ദീനിൽ വിശ്വസിക്കാൻ തയ്യാറായി, അവരിൽ മാറ്റമുണ്ടായി. അപ്പൊ അങ്ങനെയുള്ള ഒരു ശക്തമായ മുന്നറിയിപ്പുകളെല്ലാം കൊടുത്തിട്ടും, മുമ്പ് കഴിഞ്ഞു പോയ ജനതകൾക്ക് അള്ളാഹു നൽകിയ ശിക്ഷകളെ പറ്റി പറഞ്ഞു കൊടുത്തിട്ടും ഒന്നും ഈ ആളുകൾക്കൊരു മാറ്റം ഉണ്ടായില്ല. അപ്പോഴാണ് അള്ളാഹ് പറഞ്ഞത്, അവരെ വിട്ടേക്ക്, അവരിൽ നിന്ന് മുഖം തിരിച്ചേക്ക്, തീർച്ചയായും അവർ വഴിയെ കണ്ടറിഞ്ഞുകൊള്ളും, മനസ്സിലാക്കിക്കൊള്ളും. അള്ളാഹു ആരാണ്, അള്ളാഹുവിന്റെ ഖുദ്റത്ത് എന്താണ്, അഹങ്കരിച്ചാൽ കിട്ടുന്ന ശിക്ഷ എന്താണെന്നൊക്കെ വഴിയെ അറിഞ്ഞുകൊള്ളും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല മുന്നറിയിപ്പ് നൽകുകയാണ്. ഇനി ഈ സൂറത്തിന്റെ അവസാനം വരുന്ന ഈ 3 ആയത്തുകൾ വളരെ പ്രധാനപ്പെട്ട ആയത്തുകളാണ്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസ്ഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. പ്രഭാഷണങ്ങളുടെയും ക്ലാസ്സുകളുടെയും ഒക്കെ അവസാനത്തിൽ ഈ ഒരു ഭാഗം പറയുന്നതൊക്കെ നിങ്ങളും കേട്ടിട്ടുണ്ടാവും. അതിന്റെ അർത്ഥം എന്താണ്? സുബ്ഹാന, എത്രയോ പരിശുദ്ധനാണ്. നമ്മൾ സുബ്ഹാൻ അല്ലാഹ് എന്ന് പറയുമ്പം അള്ളാഹു എത്രയോ പരിശുദ്ധനാണ് എന്നാണ് അർത്ഥം. അപ്പൊ സുബ്ഹാന, എത്രയോ പരിശുദ്ധനാകുന്നു, അല്ലെങ്കിൽ അവനെ പരിശുദ്ധിപ്പെടുത്തുന്നു. റബ്ബക്ക, ആരാണത്? റബ്ബിക്ക, നിന്റെ റബ്ബ്. അപ്പൊ നിന്റെ റബ്ബിനെ പരിശുദ്ധിപ്പെടുത്തുന്നു. റബ്ബിൽ ഇസ്സത്തി, പ്രതാപത്തിന്റെ റബ്ബായ ഉടമസ്ഥനായ, അമ്മാ യസ്ഫൂൻ, അവർ വർണ്ണിച്ചു പറയുന്നതിൽ നിന്ന്, വിവരിച്ചു പറയുന്നതിൽ നിന്ന്. അപ്പൊ പ്രതാപത്തിന്റെ ഉടമസ്ഥനായ നിന്റെ റബ്ബ്
അവനെക്കുറിച്ച് അവർ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്നും എത്രയോ പരിശുദ്ധനാകുന്നു എന്നാണ്. അപ്പൊ ഈ ആയത്ത് നമ്മൾ അർത്ഥം പറഞ്ഞു. ഈ ആയത്ത് കേൾക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി ഇല്ലാത്ത ഒരുപാട് കഥകളും ആരോപണങ്ങളും ആളുകൾ പറയുന്നുണ്ട്. പക്ഷെ ആ ആരോപണങ്ങളിൽ നിന്നും എല്ലാം അള്ളാഹു പരിശുദ്ധനാണ്. അതുപോലെ തന്നെ റബ്ബുൽ ഇസ്സത്ത് എന്ന് പറഞ്ഞു, പ്രതാപത്തിന്റെ റബ്ബ് എന്ന് പറഞ്ഞു, പ്രതാപശാലിയായ അള്ളാഹ്. അൽ അസീസ് എന്ന് പറഞ്ഞാൽ പ്രതാപശാലി എന്നാണ്. അപ്പൊ പ്രതാപശാലിയായ, അപ്പൊ റബ്ബുൽ ഇസ്സത്ത് അമ്മാ യസിഫൂൻ. വസഫ എന്ന് പറഞ്ഞാല് ഈ ഡോക്ടർ മരുന്ന് കുറിക്കുന്നതിന് വസഫ എന്ന് പറയും, വർണ്ണിക്കുക, വിശേഷിപ്പിക്കുക എന്നൊക്കെ പറയും. വസ്ഫ് എന്ന് പറഞ്ഞാല് വിശേഷണം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പം അള്ളാഹിനെ പറ്റി അവർ എന്തെല്ലാം പറഞ്ഞുണ്ടാക്കുന്നുണ്ടോ അതിൽ നിന്നെല്ലാം അള്ളാഹു പരിശുദ്ധനാണ്. അപ്പൊ ഇവിടെ നോക്ക്, ഇവിടെ അള്ളാഹുവിനെ തന്നെ പുകഴ്ത്തുന്നു, അള്ളാഹുവിനെ തന്നെ മഹത്വപ്പെടുത്തുന്നു, റബ്ബ് അവനെ തന്നെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിന് ഇതിനെല്ലാം അർഹതയുണ്ട്. ഇപ്പോ ഈ ആയത്ത് പഠിക്കുമ്പോൾ ഇതിന്റെ തഫ്സീറിൽ കാണാം, അവിശ്വാസികളുടെ ആരോപണങ്ങളെ എല്ലാം തൊട്ട് അള്ളാഹു പരിശുദ്ധവാനാണ് എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു പ്രഖ്യാപിക്കുകയാണ്. മറ്റൊന്ന്, അള്ളാഹു സ്വയം പറയാണ്, അള്ളാഹു നിന്റെ റബ്ബേറെ പരിശുദ്ധനാണ്, നിന്റെ റബ്ബ് ഇസ്സത്തിന്റെ റബ്ബാണ്, പ്രതാപത്തിന്റെ റബ്ബാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു ഇതിനെല്ലാം അർഹനായവനാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് സ്വയം പുകഴ്ത്താനും പ്രകീർത്തിക്കാനും ഒക്കെ റബ്ബിന് അവകാശമുണ്ട്. കാരണം അതിനർഹതയുള്ളവനാണ് റബ്ബ്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സൃഷ്ടാവും സൃഷ്ടിയും, നമ്മൾ സൃഷ്ടികളാണ്, അള്ളാഹ് സൃഷ്ടാവാണ്. അപ്പം അള്ളാഹുവിന് അതിന് അർഹതയുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരിക്കലും നമ്മളെ സ്വന്തം പുകഴ്ത്താനോ, ഞാൻ വലിയവനാണ്, ഞാൻ ഇന്ന കുടുംബത്തിൽപ്പെട്ടവനാണ്, ഞാൻ ഇന്ന ജോലി ചെയ്യുന്നവനാണ്, അതല്ലെങ്കിൽ ഞാൻ ഇന്ന രാജ്യക്കാരനാണ്, ഞാൻ ഇന്ന നിറമുള്ളവനാണ് എന്ന് പറഞ്ഞ് നിറത്തിന്റെ പേരിലോ പിന്നെ വർണ്ണത്തിന്റെ പേരിലോ നാടിന്റെ പേരിലോ ഭാഷയുടെ പേരിലോ ഒന്നും നമുക്ക് സ്വയം നമ്മളെ പുകഴ്ത്താനോ പ്രകീർത്തിക്കാനോ യാതൊരു അർഹതയും ഇല്ല. അങ്ങനെ പാടുമില്ല. കാരണം നമ്മൾ തഖ്വ കൊണ്ടാണ് ഒരാൾ മറ്റൊരാളെക്കാൾ വലുതാകുന്നതും ചെറുതാകുന്നതുമൊക്കെ. അപ്പൊ നമുക്ക് അങ്ങനെ നമ്മളെ സ്വയം പുകഴ്ത്താനോ പ്രശംസിക്കാനോ അനുമതിയില്ല, അത് പാടുമില്ല. അങ്ങനെ ചെയ്താൽ നമ്മൾ ചെയ്ത അമലുകളൊക്കെ നമ്മുടെ അങ്ങോട്ട് പോവുകയും ചെയ്യും. കാരണം ഒന്ന്, നമ്മൾ പറയും മനുഷ്യൻ എത്രയോ വലിയ സ്ഥാനത്തെത്തി, മനുഷ്യന്മാര് പിന്നെ എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ നടത്തി, അല്ലെ? ആകാശലോകത്തേക്ക് ചന്ദ്രനിലെത്തി, അവിടെത്തി ഇവിടെത്തി, വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി, അത് നടത്തി എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ മനുഷ്യൻ എന്ന് പറയുന്നത് ഈ ലോകത്ത് ഏറ്റവും ദുർബലനായ ഒരു സൃഷ്ടിയാണ്. ഈ ലോകത്ത് പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളിൽ ഏറ്റവും ദുർബലമായി ഈ ദുർബലമായിട്ട് ജനിച്ചു വീഴുന്ന മനുഷ്യനാണ്. കാരണം ഒരു മനുഷ്യ കുഞ്ഞിന് ഈ ഭൂമിയിലോട്ട് പിറന്നു വീണാൽ അല്ലെ, ഒരു വർഷത്തിനടുത്ത് എടുക്കുന്നുണ്ട് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും. അത്രയും കാലം അല്ലെ, ആ ജനിച്ച് വീഴുന്നത് തൊട്ട് എല്ലാ കാര്യങ്ങളും ഉമ്മ ചെയ്തു കൊടുക്കണം. എന്നാൽ മറ്റ് ജീവജാലങ്ങളൊക്കെ, ചില ജീവികള് അത് ഉണ്ടാവുമ്പോൾ തന്നെ ഓടുക ചെയ്യുക, എഴുന്നേറ്റ് ഓടുന്നു. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന നാൽക്കാലികളെയൊക്കെ നമുക്ക് അറിയുന്നതാണ്. അത് ഉണ്ടായി കുറച്ച് കഴിയുമ്പോൾ തന്നെ അതിന്റെ 4 കാലിൽ അത് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്, അത് നടക്കുന്നുണ്ട്, ഓടുന്നുണ്ട്, സ്വയം പലതും ചെയ്യുന്നുണ്ട്. എന്നാൽ ഏറ്റവും ജനിച്ചു വീഴുമ്പം ഏറ്റവും ദുർബലത മനുഷ്യനാണ്. ഓരോന്നും ചെയ്ത് പഠിച്ച് വരണം. അപ്പൊ അങ്ങനെയുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു കാര്യത്തിലും നമ്മളെ സ്വയം പ്രശംസിക്കാനോ പുകഴ്ത്താനോ ഒന്നും അർഹതയില്ല. അതിനർഹനായവൻ അള്ളാഹുവാണ്. ഖുർആനിലെ സൂറത്തുൽ ഫാത്തിർ എന്ന അധ്യായം 15-ാമത്തെ വചനം,
അവിടെ കാണാം യാ അയ്യുഹന്നാസ്, മനുഷ്യരെ എന്ന് വിളിച്ചിട്ട് എല്ലാരെയും വിളിക്കുകയാണല്ല. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാ, നിങ്ങളെല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ റബ്ബിങ്കലേക്ക് പരമദരിദ്രരാണ്. വഹുവ, അള്ളാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, സ്തുതിക്കർഹനായവൻ അള്ളയാണ്, ഐശ്വര്യവാനും അള്ളയാണ്. അള്ളാഹ് നമുക്ക് തരാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ലോകത്തെ ഏറ്റവും പാപ്പർ നമ്മളായിരിക്കും. അള്ളാഹു നമുക്ക് നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് അള്ളാഹു നൽകുകയും ചെയ്യും. അപ്പം അടിസ്ഥാനപരമായി നമ്മളൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ പരമദരിദ്രനാണ്, ഫുക്കറാക്കളാണ്. ഫുക്കറാക്കൾ എന്ന് പറഞ്ഞാല് അറബിയില് 5 പൈസക്ക് വകയില്ലാത്ത ആളുകളെ പറ്റിയാണ് ഈ ഫുക്കറാക്കൾ എന്ന് പറഞ്ഞാൽ. പരമദരിദ്രർ, ഒന്നുമില്ലാത്ത ആളുകളാണ് ഫക്കീറുകൾ. മിസ്കീനുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ചൊക്കെ ഉണ്ട്, ആളുകളുടെ മുമ്പിൽ എത്താനും ചോദിക്കാനൊക്കെ ഒരു അഭിമാനം സമ്മതിക്കുന്നില്ല. അപ്പം നിങ്ങളെല്ലാം അള്ളാന്റെ മുമ്പിൽ പരമദരിദ്രരാണ്. ഇവിടെ ഇത്ര ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്, ഇത്ര കമ്പനിയുണ്ട്, ഇത്ര വാഹനമുണ്ട്, ഇത്ര വിമാനമുണ്ട്, ഇത്ര രാജ്യങ്ങളിൽ ബിസിനസ് ഉണ്ട്, 100ഉം 200ഉം 500ഉം 1000ഉം കോടികളുടെ ഉടമയാണ് അദ്ദേഹം എന്നൊക്കെ നമ്മൾ ആരെ പറ്റി പറഞ്ഞാലും അള്ളാന്റെ മുമ്പിൽ അവരെല്ലാം ആരാണ്? ഫക്കീറുകളാണ് എന്ന് പറയുന്നു. അള്ളാഹുവിനോ സ്വയം അഭിമാനിക്കാനും പുകഴ്ത്താനും പ്രശംസിക്കാനും ഒക്കെയുള്ള അർഹതയും അവകാശവും ഉണ്ട് എന്നർത്ഥം. അപ്പം പണം കൊണ്ടോ അധികാരം കൊണ്ടോ അതല്ലെങ്കിൽ സ്ഥാനം കൊണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സൗന്ദര്യം കൊണ്ടോ ഒന്നും ഒരാൾ മറ്റൊരാളെക്കാൾ ഈ ഭൂമിയിൽ വലുതാകുന്നില്ല, പിന്നെ വലിയ ആളാകുന്നില്ല. ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്കാക്കും, തഖ്വ കൊണ്ട് മാത്രമേ ഒരാൾ മറ്റൊരാളെ മുൻകടക്കുകയുള്ളൂ. മാത്രമല്ല നമുക്കതിനുള്ള അർഹതയുമില്ല. അപ്പം അള്ളാഹു ഉദ്ദേശിച്ചാൽ ഏത് നിമിഷവും റബ്ബ് നമുക്ക് തന്നത് തിരിച്ചെടുക്കുക. അതിന് ഒരുപാട് കാലമൊന്നും വേണ്ട, ആവശ്യമില്ല. നമ്മൾ ചൊല്ലുന്ന ഒരു ദിക്ർ കൂടിയാണ് എന്ത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞാല് അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു കഴിവും ശക്തിയും ഇല്ല എന്നാണ്. അപ്പൊ നമുക്ക് സ്വയം ഒന്നും ചെയ്യാൻ പറ്റില്ല. അള്ളാന്റെ കഴിവ് കൊണ്ടാണ് നമ്മളെ ജീവിതത്തിലെ ഓരോ ചലനവും എല്ലാം നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ദൗർബല്യത്തെ നമ്മൾ തിരിച്ചറിഞ്ഞ് അള്ളാഹുവിനെ പ്രകീർത്തിക്കണം, അള്ളാഹുവിനെ പുകഴ്ത്തണം. നമ്മുടെ നാവ് കൊണ്ട് പറയുന്ന ഓരോ സുബ്ഹാനല്ലാഹയും ഓരോ അൽഹംദുലില്ലയും അതേപോലെ അള്ളാഹു അക്ബറും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ഹൗക്കലയും അതെല്ലാം നാളെ പരലോകത്ത് നമ്മുടെ തുലാസിൽ ഏറ്റവും കനം തൂങ്ങുന്ന നന്മകളായിരിക്കും. അപ്പൊ സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ, അവർ പറഞ്ഞുണ്ടാക്കുന്ന എല്ലാത്തിൽ നിന്നും അള്ളാഹു പരിശുദ്ധനാണ് എന്ന് പറഞ്ഞതിന് ശേഷം അടുത്ത എന്താണ്? ഏറ്റവും അവസാനത്തതിന്റെ മുമ്പുള്ള ആയത്ത് എന്താ? വസ്സലാമുൻ അലൽ മുർസലീൻ എന്ന് പറഞ്ഞാൽ വസ്സലാമുൻ അലൽ മുർസലീൻ, മുർസലുകളുടെ പേരിൽ സലാം, മനസ്സമാധാന ശാന്തി ഉണ്ടാവട്ടെ എന്നാണ്. അള്ളാഹുവിന്റെ ഒരു പ്രത്യേകമായ നിഅമത്ത്, അനുഗ്രഹം, അതാണ് ആയത്തിൽ കാണുന്നത്. മുർസലുകൾ, അള്ളാഹു അയച്ചിട്ടുള്ള നബിമാർ, അവരുടെ മേൽ സമാധാനവും ശാന്തിയും എന്ന് അള്ളാഹു പറയുകയാണ്. വസ്സലാമുൻ അലൽ മുർസലീൻ എന്ന് പറഞ്ഞാൽ ഐ സലാമുല്ലാഹി അലൈഹിം ഫിദ്ദുന്യ വല്ലാഹിറ, അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് ഉണ്ടാവട്ടെ എന്നാണ്. നമ്മള് നബിമാരുടെ പേര് കേൾക്കുമ്പോൾ, ആദം നബിയുടെ പേര് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ നൂഹ് നബിയുടെ പേര് കേൾക്കുമ്പോൾ, ഓരോ നബിമാരുടെയും പേര് കേൾക്കുമ്പോൾ നമ്മൾ പറയുന്ന വാക്ക് അലൈഹി അസ്സലാം എന്നാണ്. അള്ളാഹുവിന്റെ രക്ഷ അവരുടെ മേൽ ഉണ്ടാകട്ടെ എന്നാണ്. അപ്പൊ നോക്കൂ, അള്ളാഹു പറഞ്ഞതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ, അവിടെ എൻ്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സലാം, സ്വലാത്ത് പറയാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം, അല്ലെ? അതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മൾ നബീന്റെ പേര് കേൾക്കുമ്പോൾ പറയുന്നത്. ഇനി ഹംദ് ഇവിടെ നമുക്കാണ് വസ്സലാമുൻ അലൽ മുർസലീൻ. അത് കഴിഞ്ഞ് ഒരായത്ത് കൂടി ഉണ്ടല്ലോ, സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ ആയത്തിലെ, അല്ലെ ഈ സൂറത്തിലെ ഏറ്റവും അവസാനത്തെ ആയത്തതാണ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നമുക്കറിയുന്നതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും
അതിനെല്ലാം അർഹനായവൻ ലോകരക്ഷിതാവായ അള്ളാഹുവാണ്. അപ്പൊ സർവസ്തുതിയും സർവലോക രക്ഷിതാവായ അള്ളാഹുവിനുമാകുന്നു. നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിലും ഇത് വരുന്നുണ്ട്, വൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇവിടെ വസ്സലാമുൻ അലൽ മുർസലീൻ എന്ന് പറഞ്ഞതിലേക്ക് അത്തുഫ് ചെയ്തുകൊണ്ട് ചേർത്തുകൊണ്ടാണ് വൽഹംദു വാവും കൂടെ ചേർന്ന് വന്നത്, വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നത്. നമ്മൾ ഹംദ് അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്ന ഒരു പിന്നെ ദിക്റാണ് അൽഹംദുലില്ലാ എന്ന് പറയുന്നത്. അൽഹംദുലില്ലാ എന്ന ദിക്റ് നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മീസാനെ നിറയ്ക്കാൻ മാത്രം വലുതാണ് ആ ദിക്റ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാത്രമല്ല നമ്മൾ വിചാരിക്കും അൽഹംദുലില്ലാ ഒരു ദിക്റ് മാത്രമാണെന്ന്, പക്ഷേ ഏറ്റവും നല്ല ഒരു പ്രാർത്ഥന കൂടിയാണ് അൽഹംദുലില്ലാ. അപ്പൊ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ അള്ളാഹു അതൊരു ദിക്റായി സ്വീകരിക്കും, അതേപോലെ അള്ളാഹു അതിനെ ഒരു പ്രാർത്ഥനയായി കൂടി സ്വീകരിക്കും എന്നർത്ഥം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ അപൂർണതകളിൽ നിന്നും മുക്തനാണ്, മഹത്വത്തിന്റെയും പ്രതാപത്തിന്റെയും പൂർണ്ണത പ്രാപിച്ചവനാണ് എന്ന അർത്ഥമാണ് അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ ഉള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖിയാമത്ത് നാളിൽ ഏറ്റവും വിലയേറിയ ഒരു പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കണം. ഖിയാമത്ത് നാളിൽ ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു സാധനം ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല വില കിട്ടുന്ന സ്ഥലം എവിടാന്ന് നമ്മൾ നോക്കും, നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ട്. എന്നതുപോലെ നമ്മൾ ഖിയാമത്ത് നാളിലെത്തുമ്പോൾ നമുക്ക് ഏറ്റവും വില ലഭിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. ആർക്കെങ്കിലും അത് ആഗ്രഹമുണ്ട് എങ്കിൽ, ആ വലിയ പ്രതിഫലം കിട്ടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു സദസ്സിൽ നിങ്ങൾ ഇരുന്നിട്ട്, അതൊരു ഇൽമിന്റെ സദസ്സിലാകാം, മറ്റെന്തെങ്കിലുമൊക്കെ, ഏതെങ്കിലും സദസ്സായിക്കോട്ടെ. അപ്പൊ ഏതെങ്കിലും സദസ്സാണെങ്കിൽ, ഏത് സദസ്സിലാണെങ്കിലും അവിടുന്ന് നിങ്ങൾ എഴുന്നേറ്റ് പോകുന്നതിന്റെ മുമ്പ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, നിങ്ങളുടെ മീസാനിൽ വലിയൊരു പ്രതിഫലം നിങ്ങൾക്ക് കിട്ടാൻ ഈ പദങ്ങൾ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ വാക്കേതാ, സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ 3 ആയത്തുകൾ നിങ്ങൾ പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേൽക്കുക എന്നാണ്. ഇപ്പൊ നമ്മളെ ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന ആളുകൾ അവരുടെ സംസാരത്തിന്റെ അവസാനത്തിൽ പറയുന്ന നിങ്ങൾ കേട്ടിട്ടില്ല. അപ്പൊ ഈ ഒരു വലിയ പ്രതിഫലമാണ് അതിനുള്ളത്. നബി സന്തോഷ വാർത്ത അറിയിച്ച ഒരു കാര്യം കൂടിയാണത്. അപ്പൊ ഇത്തരം ഇതൊന്നും നമുക്ക് അധികം ബുദ്ധിമുട്ടി പഠിക്കേണ്ടതില്ല. ആയത്താണ്, അതോടൊപ്പം ഒരു പ്രാർത്ഥനയാണ്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പൊ നമ്മൾ ഇരിക്കുന്ന സദസ്സുകളിൽ നിന്നൊക്കെ എഴുന്നേറ്റ് പോകുന്ന സമയത്ത് തീർച്ചയായും നമ്മളിത് പറയാൻ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മുടെ ഈ സൂറത്ത് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഇൻഷാ അള്ളാ അടുത്ത ആഴ്ച ഒരുപക്ഷെ ചിലപ്പോൾ ഞാൻ ഉംറയ്ക്ക് പോകാൻ സാധ്യതയുണ്ട്. ഒരു ഫ്രീ ഉംറയാണ്. നമ്മളത് സ്റ്റാറ്റസ് ഇട്ടപ്പം പലരും നാട്ടിൽ നിന്നുണ്ടോയെന്ന് ചോദിച്ചില്ല, കുവൈറ്റിൽ നിന്ന് മാത്രമാണ്. ഒരു ബസ്സിൽ ആളുകളെ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ച ക്ലാസ് ഉണ്ടാവില്ല. അതിൻ്റെ അടുത്ത ആഴ്ച നമ്മൾ ഈ സൂറത്തിനെ അടിസ്ഥാനമാക്കി അതിൻ്റെ 2ാം ഘട്ടം എന്നുള്ള നിലയ്ക്ക് പരീക്ഷ നടത്തും ഇൻഷാ അള്ളാ. അടുത്ത ആഴ്ച പോയിട്ടില്ലെങ്കിൽ അടുത്ത ആഴ്ച ഇൻഷാ അള്ളാ പരീക്ഷ നടത്താമെന്ന് വിചാരിക്കുന്നു. മിക്കവാറും പോകാനാണ് സാധ്യത. നമ്മൾ ഇന്നലെ ഒരു മെസ്സേജിലൂടെ അറിയിച്ചിരുന്നത് പോലെ നമ്മുടെ പര്യവസാനം, നമ്മുടെ അവസാന സമയം അത് അള്ളാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയിട്ടുണ്ട്. നമ്മുടെ റൂഹ് പിടിക്കാൻ അള്ളാഹു മലക്കിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ മിനിറ്റുകളും സെക്കൻഡുകളും ദിവസങ്ങളും എല്ലാം അള്ളാഹു കണക്കാക്കിയിട്ടുണ്ട്. അത് റബ്ബിൻ്റെ അടുത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്കതറിയില്ല. അതേപോലെ നമ്മൾ മരണപ്പെടുന്ന ആ സമയം സെക്കൻഡുകൾ പോലും പിഴക്കില്ല. നമ്മൾ എവിടുന്നാണോ റൂഹ് പിടിക്കേണ്ടത് ആ സ്ഥലം, അതിൽ നിന്നൊരു ഇഞ്ചുകൾ പോലും തെറ്റൂല. അത്ര കൃത്യമായി അള്ളാഹു ഏൽപ്പിച്ച മലക്ക് സമയമാകുമ്പോൾ നമ്മുടെ അടുത്തെത്തും. അപ്പൊ അവസാന നിമിഷം എപ്പോഴാണ് എന്ന് നമുക്കറിയില്ല. അപ്പൊ ഏത് സമയവും നമ്മുടെ അവസാന നിമിഷമാകാം എന്ന ഒരു ഇത് എന്താ പറയാ, കാഴ്ചപ്പാട് നമുക്കുണ്ടാവണം. അപ്പൊ ഏറ്റവും അവസാന നിമിഷം അതാണ് അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുക.
ഏറ്റവും അവസാന നിമിഷത്തെ നമ്മുടെ മനസ്സും നമ്മുടെ ഈമാനും നമ്മുടെ കർമ്മങ്ങളുമാണ് അള്ളാഹു സ്വീകരിക്കുക. ഒരാൾ തന്റെ ജീവിതകാലം മുഴുവനും മുസ്ലിമായി ജീവിച്ചിട്ട് അവസാന നിമിഷം കുഫറിന്റെ വാക്ക് പറഞ്ഞ് മരിച്ചാൽ അയാൾ ജീവിതകാലം ചെയ്ത മുഴുവൻ നന്മകളും ബാത്തിലായി പോകും. ഇന്നലെ നമ്മൾ ഖുതുബ ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്. ആ ഖുതുബ കേട്ടവർക്ക് അറിയായിരിക്കും. അതിൽ ഞാൻ 2 സംഭവങ്ങൾ പറഞ്ഞായിരുന്നു. ഒന്ന്, ഒരു മനുഷ്യൻ ഒരു യുദ്ധത്തിൽ റസൂലുള്ളാഹിന്റെ കൂടെ നബി പങ്കെടുത്ത ഒരു യുദ്ധത്തിൽ ശക്തമായി പോരാടി യുദ്ധം ചെയ്ത് ഇങ്ങനെ മുന്നേറുകയാണ്. അപ്പൊ സ്വഹാബികൾ പറയുന്നുണ്ട്, ഈ മനുഷ്യൻ എന്തൊരു പോരാട്ടാണ് ഇന്ന് നടത്തുന്നത്, എന്തൊരു ധീരതയാണ്, അയാൾ ഇന്ന് എല്ലാ കൂലിയും നേടിയെടുക്കും എന്ന് പറഞ്ഞപ്പോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യൻ എന്തൊക്കെ ഹുവ മിൻ അഹ്ലിന്നാർ, അല്ല, അയാൾ നരകത്തിന്റെ ആളാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഒരു സ്വഹാബി അദ്ദേഹത്തെ ഈ പറഞ്ഞ ആളുടെ കൂട്ടുകാരനാണ്. അതെന്താ അപ്പൊ നബി അങ്ങനെ പറഞ്ഞ? എല്ലാവർക്കും അത്ഭുതമായി. അങ്ങനെ ഇദ്ദേഹം ഈ മനുഷ്യനെ വാച്ച് ചെയ്ത് ഇങ്ങനെ പോയി. അദ്ദേഹത്തിന് ആ യുദ്ധത്തിൽ ഒരു ശക്തമായ മുറിവ് പറ്റിയിട്ട് അയാൾ ഇങ്ങനെ ആരും കാണാതെ പോയിട്ട് വാള് മണ്ണിൽ കുത്തിയിറക്കി വെച്ചിട്ട് അതിലേക്ക് എന്ത് ചെയ്തു, തന്റെ നെഞ്ചിന്റെ ഭാഗം ആ വാളിലേക്ക് കുത്തിയിറക്കി അള്ളാഹു മരണം തീരുമാനിക്കും മുമ്പ് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അപ്പോ ആ മനുഷ്യൻ നരകത്തിലായി. അപ്പൊ ഈ സ്വഹാബി വന്നിട്ട് പറയാണ്, ഞാൻ കണ്ടു നബിയെ, നിങ്ങൾ എന്തുകൊണ്ടാണ് അദ്ദേഹം നരകത്തിലാണെന്ന് പറഞ്ഞത്? അദ്ദേഹം ആത്മഹത്യ ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ നോക്കൂ, ആ മനുഷ്യൻ അത്രയും വലിയ നന്മ ചെയ്തിട്ടും അവസാനം അള്ളാഹു അരുതാത്ത ഒരു കാര്യം ആ മനുഷ്യൻ ചെയ്തത് കൊണ്ട് നരകത്തിന് അർഹനായി. മറ്റൊന്ന് ഉസൈരിം എന്ന് പറയുന്ന ഒരു സഹാബിയാണ്. അദ്ദേഹം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ജീവിതത്തിൽ ഒരു വഖത്ത് പോലും നിസ്കരിക്കാത്ത ഒരു മനുഷ്യൻ സ്വർഗം നേടി, നിങ്ങൾക്ക് അയാളെ അറിയാമെന്ന് ചോദിച്ചു. അപ്പൊ സ്വഹാബികൾ പറഞ്ഞു അറിയില്ല. അപ്പൊ നബി ആ സ്വഹാബിയുടെ പേര് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറയാണ്, ഈ മനുഷ്യന് എത്രയോ ആളുകൾ എന്ത് ചെയ്തു, അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു, എന്നിട്ടൊന്നും വന്നില്ല, മാറി നിന്നു. അവസാനം ഉഹുദ് യുദ്ധം തുടങ്ങുന്നതിന്റെ തൊട്ട് മുമ്പ് ആ മനുഷ്യൻ ഇസ്ലാം സ്വീകരിച്ചു. ആ യുദ്ധത്തിൽ പോരാടി മുറിവേറ്റു. അദ്ദേഹം ആ ഉഹുദ് യുദ്ധത്തിന്റെ തൊട്ട് മുമ്പ് ഇസ്ലാം സ്വീകരിച്ചിട്ടാണ് ആ യുദ്ധത്തിൽ ഇറങ്ങി പോരാടുന്നത്. അങ്ങനെ ആ യുദ്ധത്തിൽ അദ്ദേഹം ഷഹീദായി. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ മനുഷ്യൻ കുറച്ചേ ചെയ്തിട്ടുള്ളൂ, പക്ഷെ വലിയ പ്രതിഫലം നേടിയെടുത്തുകൊണ്ടാണ് മടങ്ങിയത് എന്ന്. അപ്പൊ നോക്കൂ, ജീവിതകാലം മുഴുവൻ കാഫിറായി ജീവിച്ച് അവസാന നിമിഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മുസ്ലിമായി ഒരു ഇസ്ലാമിക യുദ്ധത്തിൽ പങ്കെടുത്ത് ഷഹീദായി മരണപ്പെട്ടു. അപ്പൊ നമ്മുടെ ആക്കിബത്ത് വളരെ പ്രധാനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതിനെപ്പറ്റി വളരെ ഗൗരവത്തിൽ പറഞ്ഞിട്ടുണ്ട്. മഹാനായ താബി സുഫിയാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് കരയുന്ന കണ്ടിട്ട് വീട്ടുകാർ ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരയുന്നത്, നിങ്ങളെ പാപം ഓർത്തിട്ടാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്റെ പാപം ഓർത്തിട്ടൊന്നുമല്ല, ഞാൻ ഓർത്ത് ആലോചിച്ച് കരയുന്നത് അത് വളരെ സീരിയസ് ആയൊരു വിഷയമാണ്. എന്റെ പാപം ഓർത്തിട്ടാണെങ്കിൽ എനിക്ക് അത്രയും കരച്ചിൽ വരില്ല. കാരണം ഒരു പാപം വന്നാൽ അള്ളാഹിനോട് പുറത്തു തരാൻ ആത്മാർത്ഥമായി ചോദിച്ചാൽ അള്ളാഹ് പുറത്തു തരുമല്ലോ. പക്ഷെ എന്റെ അവസാന നിമിഷെങ്ങാനും ഈമാൻ ഇല്ലാത്തതായി പോകുന്നുള്ള പേടി കൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് പറഞ്ഞ ഒരു താബി പണ്ഡിതനാണ്. അപ്പൊ എത്ര നമ്മൾ അതിനെ ഗൗരവത്തിൽ കാണണം. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥന വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രാർത്ഥന നബി പഠിപ്പിച്ചാണ്, അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതന ഫിൽ ഉമൂരി കുല്ലിഹ, അള്ളാഹുവേ എന്റെ അവസാന നിമിഷങ്ങളെ എല്ലാ കാര്യങ്ങളിലും നീ ഏറ്റവും നന്നാക്കി തരണമേ, എന്റെ പര്യവസാനത്തെ ഏറ്റവും മനോഹരമാക്കി തരണമേ, അഥവാ ഈമാൻ ഉള്ളതാക്കി തരണമേ. വ അജിർന മിൻ ഖിസി ദുനിയാ വ അദാബിൽ ആഖിറ, ദുനിയാവിന്റെ എല്ലാ നിന്ദ്യതകളിൽ നിന്നും പരലോകത്തെ ശിക്ഷയിൽ നിന്നും അള്ളാഹുവെ നീ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. അപ്പൊ ഈ പ്രാർത്ഥന അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് നന്നായി പഠിച്ച് എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കണം. അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതന ഫിൽ ഉമൂരി കുല്ലിഹ വ അജിർന മിൻ ഖിസി ദുനിയാ വ അദാബിൽ ആഖിറ. എന്തേലും ഒരു തെറ്റ് ചെയ്യാൻ ഒരുങ്ങുന്ന സമയത്ത് ഈ ചിന്ത വരണം, പടച്ചോനെ ഞാൻ ഈ തെറ്റ് ചെയ്യുന്ന സമയത്ത്, ഈ അരുതാത്ത കാര്യം ചെയ്യുന്ന സമയത്താണ് അള്ളാഹു എൻ്റെ ആത്മാവിനെ പിടിക്കുന്നത് എങ്കിൽ എൻ്റെ മരണം എന്തായിരിക്കും? ഈമാൻ ഇല്ലാത്തതായിരിക്കും. കാരണം മരണം എന്ന് പറയുന്ന റൂഹ് പിടി സെക്കൻഡുകളെ ആവശ്യമുള്ളൂ, സെക്കൻഡുകൾ. നമ്മൾ എത്രയോ വീഡിയോ കണ്ടിട്ടുണ്ട്. ഹോട്ടലിൽ കയറിയ ഒരു കുടുംബം ചായക്ക് ഓർഡർ ചെയ്ത് ആ ചായയും കാത്തിരിക്കുമ്പോഴത്തേക്കും ആ വീട്ടുകാരൻ അവിടുന്ന് പെട്ടെന്ന് മരിക്കുകയാണ്. എത്രയോ സംഭവങ്ങൾ. അപ്പോ എൻ്റെ റബ്ബിന് ഇഷ്ടമില്ലാത്ത ഈ കാര്യം ചെയ്യുമ്പോഴാണ്
എൻ്റെ റബ്ബിന് ഇഷ്ടമില്ലാത്ത ഒരു സദസ്സിലേക്ക് ഒരിടത്തേക്ക് ഞാൻ പോകുമ്പോഴാണ് എൻ്റെ ആത്മാവിനെ അല്ല പിടിക്കുന്നെങ്കിൽ എൻ്റെ മരണം ഈമാനില്ലാത്താവൂലേ? അപ്പൊ ആ ഒരു പേടി വേണം. അങ്ങനെ ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലി പഠിക്കുക, അതനുസരിച്ച് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക. എത്രയെല്ലാം സൂക്ഷിച്ചാലും പിശാചിന്റെ വസ്വാസുകൾ ഉണ്ടാകും. ആ വസ്വാസുകളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും തെറ്റിൽപ്പെട്ടാൽ ഉടനെ തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ ചെയ്യുക. ഇതൊക്കെ വിശ്വാസികളായ നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അള്ളാഹു ഏറ്റവും നല്ല ഒരു പര്യവസാനം നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാ നന്മകളെയും അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമ്മുടെ ഈ ക്ലാസ്സും അതിൽ പങ്കെടുക്കുന്ന സമയവും ഒക്കെ അള്ളാഹു നമ്മുടെ മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്ന നന്മകളായി അള്ളാഹു രേഖപ്പെടുത്തട്ടെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. സൂറത്തും തീരുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ പറയാം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.